ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പകുതിയായപ്പോൾ ഞാൻ നിർത്തിയിട്ട് പോയി. കാരണം ഒരുപാട് സമയം എടുത്തതുകൊണ്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഒരു ഗസ്റ്റ് വന്നു. പിന്നെ അതെല്ലാം മതിയാക്കി ഇട്ടിട്ട് പോയി. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതാ വന്നിട്ടുണ്ട്. ഇതാ ഏകദേശം ഈ തേങ്ങയുടെ പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, എണ്ണയൊക്കെ ഒന്ന് നിവർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇതൊന്ന് ചുവക്കാനുണ്ട്. കാരണം ഇത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ അതിലെ എണ്ണയെല്ലാം നമുക്ക് ഉരുകി ഇനി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലവണ്ണം തീ ഇപ്പോഴൊക്കെ വളരെ ലോയിലാണ് തീ ഇടുന്നത്. ഒരു 2-2.5 മണിക്കൂർ എടുക്കും കേട്ടോ. നമുക്ക് 100 ഗ്രാം ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് നിന്നാലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇടതടവില്ലാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും. ഇതാ അതിൻ്റെ കൊത്തൊക്കെ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതൊരല്പം എടുത്ത് നമ്മുടെ സ്കിന്നിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. സ്കിന്നിന് ഏറ്റവും പറ്റിയതാണ്. നമുക്ക് ഈ വെളിയിൽ നിന്നൊന്നും ഒന്നും വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല. ഈ ഉരുക്ക് വെളിച്ചെണ്ണ മാത്രം നമ്മുടെ സ്കിന്നിൽ തേച്ചാൽ മതി. സൗന്ദര്യവർദ്ധക വസ്തുവിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊത്ത് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല ഒരു എണ്ണമയം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. മുഖത്തും കൈകാലുകൾക്കും ഒക്കെ പുരട്ടി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പറ്റിയ ഒരു എണ്ണയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല. കുറച്ച് ഇത് ഒരു അല്പമേ വരത്തുള്ളൂ. ഒരു 100 ഗ്രാം ഇത്രയും ഒരു 6-7 തേങ്ങ ഇട്ടിട്ടും ഒരു 100 ഗ്രാം വരത്തേ ഉള്ളൂ. ഇത് ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് പ്രത്യേകം ഒരു സ്റ്റീൽ അരിപ്പിൽ ആദ്യമായിട്ട് ഇത് ഒഴിച്ചിട്ട് എണ്ണ എടുക്കാം. ഒരു പാത്രത്തിലോട്ട് അരിപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് കോരി എടുക്കാം. ഇത് ഈ കൊത്ത് നമ്മൾ മാറ്റി വെക്കണം. ഇതാണ്ടോ, ചെറുതായിട്ട് ഒരല്പം പോലും എണ്ണയുടെ അംശമില്ലാതെ നമ്മൾ കൊത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. തുണിയിൽ കെട്ടിയിട്ട് പിഴിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരിപ്പിൽ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയിൽ കെട്ടിയിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയും ഉണ്ട്, അതിൻ്റെ കൊത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം അരിച്ചു കോരി അരിപ്പ കൊണ്ട് മാറ്റിയതിന് ശേഷം എണ്ണ താണ്ട് ഒരു 100 ഗ്രാം എണ്ണ എന്തായാലും കിട്ടും. ഇത് 6-7 തേങ്ങ ഉണ്ടാക്കിയതാണ്. ഇതാ കണ്ടോ, ഈ കൊത്ത് നമുക്ക് തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൊത്ത് തീയൽ വെക്കാൻ നമുക്ക് മറ്റുള്ള തേങ്ങയുടെ കൂടെ ഇത് അരച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതും കളയേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. ഇത് എണ്ണ എല്ലാം വാർന്നതിന് ശേഷമുള്ള കൊത്താണ്. ഇതിൽ എണ്ണയൊന്നുമില്ല. ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ആദ്യം നല്ല തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ്ട ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ അടിയിൽ പൊടിയുണ്ട്. അതിന് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഒരു നല്ല തുണി എടുത്തതിന് ശേഷം തുണിയിൽ വെച്ചിട്ട് ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇതാണ്ടോ, ഇത് അടിയിൽ ചെറുതായിട്ട് അതിൻ്റെ കൊത്ത് കിടപ്പുണ്ട്. ഇതിപ്പോൾ കിടന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് പ്യുവറായിട്ട് കിട്ടാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി എടുത്ത് വെച്ചതിന് ശേഷം അതിലൊരു തുണി കൊണ്ട് നമുക്ക് ഒരു അരിപ്പ ഉണ്ടാക്കി ഇങ്ങനെ ഒരു കുഞ്ഞു തുണി മതി. എന്നിട്ട് അതിലൊരു റബ്ബർ ബാൻഡ് ഈ ചുറ്റും ഇട്ടാൽ മതി. ഇങ്ങനെ ഒരു കുഴി കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിലോട്ട് എണ്ണ കുറേശ്ശെ കോരി ഒഴിച്ചാൽ ഒരല്പം പോലും അതിൻ്റെ കൊത്തില്ലാതെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കുപ്പിയിൽ. ഇനി എണ്ണ കോരി ഒഴിക്കുക. ഉണ്ടാക്കാൻ ആ എണ്ണയുടെ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ല ഗോൾഡൻ കളറിൽ നല്ല എണ്ണയാണ്. ഭയങ്കര മണമാണ് കേട്ടോ. ഇത് മണം കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്കിത് വീട്ടിനകത്തൊക്കെ നല്ലൊരു മണമാണിത് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത്. ഇതെല്ലാം കോരി ഒഴിച്ചെടുക്കാം. അത്രയും ഒഴിക്കാം. ഇത് തലയിൽ തേക്കാനും നല്ലതാണ്. താരൻ, മുടി കൊഴിച്ചിൽ ഇതൊന്നും വരത്തില്ല. തലയിൽ തേക്കാൻ ഇത് മാത്രം മതി. നമുക്ക് പുറത്തുനിന്ന് മെഡിസിൻ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഉരുക്ക് വെളിച്ചെണ്ണ മാത്രം തലയിൽ തേച്ചാൽ മതി. മുടി കൊഴിച്ചിലെല്ലാം നമുക്ക് തീർന്ന് കിട്ടും. കണ്ടോ കൊത്ത് കണ്ടോ, ഇത്രയും കൊത്തും കൂടെ നമുക്കതിലുണ്ടായിരുന്നു. ഇത്രയും എണ്ണയാണ് കിട്ടിയിട്ടുള്ളത്. 6 തേങ്ങ ചെയ്തതാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഒരു 100 ഗ്രാമോളം വരും. പക്ഷേ പ്യുവർ വെളിച്ചെണ്ണ. അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.